പ്രിയ വിദ്യാർത്ഥികളെ, എല്ലാവർക്കും നമസ്കാരം. ന്യൂ നമ്പേഴ്സിൻ്റെ ലാസ്റ്റ് പാർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ന്യൂ നമ്പേഴ്സ് നമ്മൾ തുടങ്ങി ഇങ്ങനെ നിൽക്കുകയാണ് അല്ലേ. ലാസ്റ്റ് അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ കഴിഞ്ഞു, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. മൾട്ടിപ്ലിക്കേഷൻ വരെ കഴിഞ്ഞു. ആ മൾട്ടിപ്ലിക്കേഷനിലാണ് നമ്മൾ കുറേ സിംപ്ലസ്റ്റ് ഫോം പഠിച്ചു, പിക്ചർ തന്ന് സൈഡ്സ്, മിസ്സിങ് സൈഡ്സ് കണ്ടു, ഏരിയ, പെരിമീറ്റർ കാൽക്കുലേറ്റ് ചെയ്യാൻ, അതൊക്കെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ട കേസാണ് കേട്ടോ. അടുത്തതും അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെ ഡിവിഷനിലേക്ക് നമ്മൾ എൻഡ് ചെയ്യണം, അവസാനിപ്പിക്കുകയാണ് കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ എഴുതിയിട്ട് നമുക്ക് ഇത് ചെയ്യാം. ഒരു ക്വസ്റ്റ്യനിലൂടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എഴുതിയാട്ടെ ഒരു ക്വസ്റ്റ്യൻ. ഫ്രം ദി പെയേഴ്സ് ഓഫ് നമ്പേഴ്സ് ഗിവൺ ബിലോ, from the pairs of numbers given below, pick out those whose product is a natural number or a fraction. Those whose product is a natural number or fraction. Natural number or fraction. അത് പ്രൊഡക്റ്റ് ഇവിടെ നാച്ചുറൽ നമ്പർ ആണോ ഫ്രാക്ഷൻ ആണോ എന്ന്, അല്ലെങ്കിൽ ഏതാണെന്നുള്ളത് പിക്ക് ഔട്ട് ചെയ്യാൻ. ഒന്ന് √3, √12, √3, √1.2, √5, √8, √0.5, √8, √7.5 into √3.5, 3.5 അല്ല 3/1/3 എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇത് 5 ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ 5 ക്വസ്റ്റ്യൻസ് ഓരോ പെയർ പ്രൊഡക്റ്റ് ചെയ്തിട്ട് നാച്ചുറൽ നമ്പർ ആണോ ഫ്രാക്ഷൻ ആണോ എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ടെക്നിക്കൊന്നുമില്ല, ആണോ എന്നല്ലേ എന്ന ചോദ്യം, വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട്, പ്രൊഡക്റ്റ് പഠിച്ചതാണ്. √x × √y = √xy എന്ന് പഠിച്ചതാണ്. പിന്നെ അതേപോലെ √3 × √12 മീൻസ് √3 × 12 എത്രയാണ്? 36. 6 ആണ് വരുന്നത്. ദറ്റ് ഇസ് എ നാച്ചുറൽ നമ്പറാണ് എന്ന് പറയാം. ദെൻ സെക്കൻഡ് വൺ √3 × 1.2 √3.6 ആണ്. 3.6ൻ്റെ റൂട്ട് എത്രയാണ് മക്കളെ? 0.6 എന്ന് എഴുതാൻ പറ്റൂല. എഴുതാൻ പറ്റുമോ? 3.6ന് റൂട്ടുണ്ടോ? പെർഫെക്റ്റ് റൂട്ടുണ്ടോ? ഇല്ല. കാരണം 2 പ്ലേസ് 0.36 ആണെങ്കിൽ നമുക്ക് 0.6 എന്ന് എഴുതാം. ഇത് 3.6 ഓൺലി വന്നാൽ ഇറ്റ് ഈസ് നൈദർ നാച്ചുറൽ നമ്പർ നോർ എ ഫ്രാക്ഷൻ എന്നൊക്കെ പറയാൻ പറ്റും അല്ലേ. പ്രിയ വിദ്യാർത്ഥികളെ, എല്ലാവർക്കും ന്യൂ നമ്പേഴ്സിൻ്റെ പുതിയ ഒരു ടോപ്പിക്കിലേക്ക്, ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രൊഡക്റ്റിൻ്റെ കണ്ടിന്യൂഷൻ തന്നെ, മൾട്ടിപ്ലിക്കേഷൻ്റെ കണ്ടിന്യൂഷൻ ഡിവിഷനിലൂടെ നമ്മൾ ആ ചാപ്റ്റർ എൻഡ് ചെയ്യാൻ പോവുകയാണ്. മൾട്ടിപ്ലിക്കേഷനിൽ കുറേ പഠിച്ചു, നമ്മൾ കുറേ കോംപ്ലിക്കേറ്റഡ് ക്വസ്റ്റ്യൻസൊക്കെ പ്രാക്ടീസ് ചെയ്തു, റീഅറേഞ്ച് ചെയ്തു, ഫിഗർ തന്ന് കൺവേർട്ട് ചെയ്ത് സൈഡ്സ് കണ്ടു, മിസ്സിങ് സൈഡ് കണ്ടു, പെരിമീറ്റർ കണ്ടു, ഏരിയ കണ്ടു. നല്ല ടഫിലേക്ക് കളിച്ചു, നമ്മൾ ടഫായിട്ട് പഠിച്ചു, പ്രാക്ടീസാക്കി നമ്മൾ സെറ്റായിരിക്കുക. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഇവിടെ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ എഴുതി വെച്ചോളാം. ഒരു ക്വസ്റ്റ്യൻ എഴുതി വെക്കുക. ഫ്രം ദി പെയേഴ്സ് ഓഫ് നമ്പേഴ്സ് ഗിവൺ ബിലോ pick out those whose product is a natural number or a fraction. Whose product is a natural number or a fraction. ഇവിടെ തന്നിരിക്കുന്നത് √3 √12 ഒരു ക്വസ്റ്റ്യൻ. √3 √1.2, √5 × √8, √0.5 √8, √7.5 × √3 ആണ്. ഓരോന്നെടുത്ത് നമുക്ക് പിക്ക് ഔട്ട് ചെയ്യാം. ആദ്യം √3 × √12 ഫസ്റ്റ്. √36 നമ്മൾ പഠിച്ചതാണ്. √x × √y = √36 എന്ന് നമ്മൾ പിക്ക് ഔട്ട് ചെയ്ത് പഠിച്ചതാണ്.
റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് വൈ ഈക്വൽ ടു റൂട്ട് എക്സ് വൈ, അതാണ് പ്രൊഡക്റ്റ് ചെയ്യാൻ പറഞ്ഞത്. റൂട്ട് 36 നല്ല പഠിച്ചത്. റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് വൈ ഈക്വൽ ടു റൂട്ട് എക്സ് വൈ എന്നാണ് പഠിച്ചത്. റൂട്ട് 3 ഇൻറ്റു റൂട്ട് 12 എത്ര മക്കളെ? റൂട്ട് 36. റൂട്ട് 36 എന്ന് പറഞ്ഞാൽ എത്ര? 6. ഇറ്റ് ഇസ് എ നാച്ചുറൽ നമ്പർ. ഓക്കെ. ദ നെക്സ്റ്റ് റൂട്ട് 3 ഇൻറ്റു റൂട്ട് 1.2 മീൻസ് റൂട്ട് 3.6. ഇതെന്താക്കാൻ കഴിയില്ല? നൈദർ എ നാച്ചുറൽ നമ്പർ നോർ എ ഫ്രാക്ഷൻ. ഇത് ദി പ്രൊഡക്റ്റ് ഈസ് നൈദർ എ നാച്ചുറൽ നമ്പർ നോർ എ ഫ്രാക്ഷൻ എന്ന് എഴുതിയാൽ മതി. അതിനെ ഡെസിമലിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല. റൂട്ട് 5 ഇൻറ്റു റൂട്ട് 8 എന്താണ്? റൂട്ട് 40 ആണ്. ഇതും എന്തല്ല? നൈദർ എ നാച്ചുറൽ നമ്പർ നോർ എ ഫ്രാക്ഷൻ. റൂട്ട് 40. ദെൻ റൂട്ട് 0.5 ഇൻറ്റു 8 എന്ന് പറഞ്ഞാൽ 0.5 ഇൻറ്റു 8 റൂട്ട് 4 എന്നാണ് വരിക. 40 വരും, പോയിൻ്റ് ഇടുമ്പോൾ 4 ആയിപ്പോയി. 4ൻ്റെ റൂട്ട് എത്ര? 2. ഇറ്റ് ഇസ് എ നാച്ചുറൽ നമ്പർ. ചെറിയ ക്വസ്റ്റ്യനാണത്. അടുത്ത 7.5 നമ്മൾ മാറ്റണം. റൂട്ട് 7 2s are 14 + 1 15/2 മിക്സഡ് ഫ്രാക്ഷൻ ടു കൺവേർട്ട് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ഇൻറ്റു 3 1/3 3 3s are 9 + 1 10/3 കട്ട് ചെയ്തു. മിക്സഡ് ഫ്രാക്ഷൻ ടു കൺവേർട്ട് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ 7.5 ടു കൺവേർട്ട് 15/2 3 and 1/3 is convert 10/3. then numerator into numerator root 15 into 10 എത്ര? 150. 3 into 2 എത്ര മക്കളെ? 6. 60. 150 divided by 6 എത്രയാണെന്ന് ചെയ്ത് നോക്കണം. 150 divided by 6 2 12 3 0 5 30 25 ആണ്. റൂട്ട് 25ൻ്റെ ആൻസർ എത്ര മക്കളെ? 5 ആണ്. ഇറ്റ് ഇസ് എ നാച്ചുറൽ നമ്പർ. അപ്പോൾ പ്രൊഡക്റ്റ് നാച്ചുറൽ നമ്പർ ആണോ അല്ലെങ്കിൽ ഫ്രാക്ഷൻ ആണോ എന്നാണ് ചോദ്യം. അപ്പോൾ കുറേയൊക്കെ കിട്ടിയിരിക്കുന്നത് നാച്ചുറൽ നമ്പർ, ചിലത് നൈദർ നാച്ചുറൽ നോർ എ ഫ്രാക്ഷൻസ് ആയിട്ട് നമ്മൾ എഴുതി വെച്ചു. അതാണ് ഒരു മൾട്ടിപ്ലിക്കേഷൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെ വരുന്ന ചെറിയൊരു സാധനമാണ്. ഇനി നമുക്ക് എഴുതി വെക്കാം ഡിവിഷൻ എഴുതി വെക്കാം. സൈഡ് ഹെഡിങ് ചെയ്ത ഡിവിഷൻ. ഇപ്പോൾ ഡിവിഷൻ നടത്തുമ്പോൾ സാധാരണ നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റൂട്ട് എക്സ് ബൈ റൂട്ട് വൈ ദാറ്റ്സ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് ബൈ വൈ, അത്രയേ പണിയുള്ളൂ. റൂട്ട് എക്സ് ഇറാഷണൽ നമ്പർ, റൂട്ട് വൈ അനദർ ഇറാഷണൽ നമ്പർ, ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് ബൈ വൈ, അത്ര എഴുതാം. ഇപ്പോൾ റൂട്ട് 2 ബൈ റൂട്ട് 3 ഇവിടെ നോക്കാം. റൂട്ട് 2 ബൈ റൂട്ട് 3 ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 2/3. ഇനി പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണേ പെർഫെക്റ്റ് ആവുക. ആൻസർ ഇപ്പോൾ നേരത്തെ നമ്മൾ ചെയ്ത പോലെ 150/6 വന്നപ്പോൾ റൂട്ട് 25 കിട്ടിയില്ലേ? ദാറ്റ്സ് ഈക്വൽ എത്ര? 5 എന്ന് കിട്ടിയില്ലേ? അപ്പോൾ ഇവിടെ റൂട്ടിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത പോലെ തന്നെ ലൈക്സ് ടേം ഒന്നുമില്ല, അത് റൂട്ടിൻ്റെ അകത്ത് എഴുതി നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വേറെ കേസസ് ഒന്നുമില്ല, അത് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഇനി അതിനെ നമുക്ക് ഒരു സിംപ്ലസ്റ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു കേസും കൂടിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക എല്ലാവരും. കാൽക്കുലേറ്റ് ക്വസ്റ്റ്യൻ ചെയ്താൽ കാൽക്കുലേറ്റ് ദി ലെങ്ത് ഓഫ് ദി സൈഡ്സ് ഓഫ് ദി ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. കാൽക്കുലേറ്റ് ദി ലെങ്ത് ഓഫ് ദി സൈഡ്സ് ഓഫ് ദി ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ കറക്റ്റ് ടു മില്ലിമീറ്റർ. Calculate length of the sides of the equilateral triangle correct to millimeter. മില്ലിമീറ്ററിൽ കറക്റ്റ് ചെയ്തിട്ട് എഴുതാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഇവിടെ നോക്കൂ, ഇക്വിലാറ്ററൽ ട്രയാങ്കിള് ആൾട്ടിറ്റ്യൂഡാണ് 4 തന്നിരിക്കുന്നത്. ആൾട്ടിറ്റ്യൂഡ് സൈഡ്സ് ഒന്നും തന്നിട്ടില്ല. ഇത് 60 ആയിരിക്കും നമുക്കറിയാം, ഇവിടെ 90 ആയിരിക്കും, ഇവിടെ ഓൾറെഡി 30 ആയിരിക്കും നമുക്കറിയാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് 30 60 90 സൈഡ്സ് ആർ ഇൻ ദി റേഷ്യോ. പറഞ്ഞോളൂ, 30 60 90 സൈഡ്സ് ആർ ഇൻ ദി റേഷ്യോ 1:√3:2. പറഞ്ഞാട്ടെ, 1:√3:2. അത്രേ പണിയുള്ളൂ. 30 60 90 അല്ലേ? അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് സ്മോളർ സൈഡും അല്ല തന്നത്, ലാർജർ സൈഡും അല്ല, മിഡിൽ സൈഡാണ് തന്നത് 4. അതായത് 1:√3:2 ഇങ്ങനെയാണ് വരുന്നത് അല്ലേ? സ്മോളർ തന്നാൽ അതിൻ്റെ ഡബിളാണ് ലാർജർ തന്നാൽ അതിൻ്റെ ഹാഫാണ് സ്മോളർ തരുന്നത്. മിഡിൽ തന്നാൽ എന്താ പരിപാടി എന്ന് ചോദിക്കുക. മിഡിൽ തന്നാൽ അത് പറയണ്ടേ? മിഡിൽ തന്നാൽ എന്താ? മിഡിൽ തന്നാൽ ഇതിൻ്റെ പരിപാടി, മിഡിൽ എന്നാൽ അതിൻ്റെ പരിപാടി √3. സ്മോളർ കാണാൻ 4/√3.
സ്മോളർ കാണാൻ 4/√3. ഇവിടെ നോക്കൂ, √3 അല്ലേ, √3/√3 അല്ലേ 1 വരുന്നത് അല്ലേ. ഇനി സ്മോളർ കാണാൻ എന്താ ചെയ്യേണ്ടത്? മിഡിൽ സൈഡ് തന്നാൽ √3യുടെ ഓപ്പോസിറ്റ് സൈഡ് തന്നാൽ √3 ആണ്. അതിപ്പോൾ ലാർജർ കാണാനോ × 2 കൊണ്ട് ചെയ്യാം. 4 × 2/√3, അപ്പോൾ 8/√3 എന്ന് വരും. അപ്പോൾ ശ്രദ്ധിക്കുക, സ്മോളർ 1 ആണെങ്കിൽ ലാർജർ 2 മിഡിൽ √3, ലാർജർ 2 ആണെങ്കിൽ സ്മോളർ 1 മിഡിൽ √3, മിഡിൽ √3 ആണെങ്കിൽ √3/√3 സ്മോളർ 1 എന്ന് കിട്ടി. സോ √3/√3 സ്മോളർ 1. 1 × 2 എത്ര? 2 ലാർജർ കിട്ടി. ഇപ്പോൾ 4 ആണെങ്കിൽ 4/√3 സ്മോളർ, × 2 ചെയ്താൽ 8/√3. ഇനി 5 ആണ്, ഇനി മിഡിലിൻ്റെ കുറച്ച് കാണിച്ചു തരാം. 5 ആണെങ്കിലോ 5/√3 സ്മോളർ, 5 × 2 എത്ര? 10/√3. 6 ആണെങ്കിലോ 6/√3, 6 2s are എത്ര? 12/√3. എഴുതി വെച്ചേക്കണത്. 8 ആണെങ്കിലോ 8/√3, 2 കൊണ്ട് ഇൻറ്റു ചെയ്താലോ 16/√3. 10 ആണെങ്കിലോ 10/√3, ലാർജറോ 10 × 2 20/√3. ഇത്രയേ പണിയുള്ളൂ. അപ്പോൾ സ്മോളർ തന്ന് ലാർജർ കാണാനും ലാർജർ തന്ന് സ്മോളർ കാണാനും നമ്മൾ കുറേ പഠിച്ചതാണ്. ഇനി മിഡിൽ തന്നിട്ടുള്ള കേസും കൂടിയാണ് പറയുന്നത്. മിഡിൽ √3 ആണെങ്കിൽ /√3 ചെയ്താൽ സ്മോളർ 1, × 2 ചെയ്താൽ ലാർജർ. 4 ആണെങ്കിൽ 4/√3, 4 × 2 8/√3. 5 ആണെങ്കിൽ 5/√3 10/√3. 6 ആണെങ്കിൽ 6/√3 12/√3. 8 ആണെങ്കിൽ 8/√3 16/√3. 10 ആണെങ്കിൽ 10/√3 20/√3. അതാണ് അതിൻ്റെ പരിപാടി. അപ്പോൾ ശ്രദ്ധിച്ച് ചാർട്ടിലാക്കി വെക്കുക കേട്ടോ, ചാർട്ടിലാക്കി വെക്കണേ. അപ്പോൾ ഇവിടെ 4 60യുടെ ഓപ്പോസിറ്റാണ് തന്നത്. അപ്പോൾ ചെറിയ സൈഡ് 4/√3, 30യുടെ ഓപ്പോസിറ്റ് 4/√3. ദെൻ അതിൻ്റെ ലാർജർ വരുന്നത് 8/√3. അങ്ങനെയാണ് വരുന്നത്. 4/√3 8/√3. നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചത്? ഏരിയ ആണോ, പെരിമീറ്റർ ആണോ, അല്ലെങ്കിൽ സൈഡ് ഓഫ് ദി ഇക്വലേറ്ററൽ ട്രയാങ്കിൾ ആണോ? എന്താ ചോദിച്ചത്? സൈഡ്, ലെങ്ത് ഓഫ് ദി സൈഡ് ഓഫ് ഇക്വലേറ്ററൽ ട്രയാങ്കിൾ. അപ്പോൾ ഇവിടെ സൈഡ് ഓഫ് ദി ഇക്വലേറ്ററൽ ട്രയാങ്കിൾ എത്ര കിട്ടി? 8/√3. അങ്ങനെ ഒരു സൈഡ് ഉണ്ടോ 8/√3? ഉണ്ട്, അങ്ങനെ ഉണ്ട്, അങ്ങനെയാണല്ലോ ഇപ്പോൾ ഇത് കിട്ടിയത്. പക്ഷെ അതിനെ നമുക്ക് എന്ത് ചെയ്യണം? സിംപ്ലസ്റ്റ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഡിനോമിനേറ്റർ ഒരിക്കലും ആരെ വെക്കരുത്? ഇറാഷണൽ നമ്പേഴ്സ് വെക്കരുത്. ഡിനോമിനേറ്റർ, ന്യൂമറേറ്ററിന് കുഴപ്പമില്ല, ഡിനോമിനേറ്ററിൽ √3 √2 √5 ഒന്നും വരാൻ പാടില്ല. അതിന് നമ്മൾ എന്ത് ചെയ്യണം? റാഷണലൈസ് ദി ഡിനോമിനേറ്റർ. അതിന് പറയുന്ന പേരാണ് റാഷണലൈസ് ദി ഡിനോമിനേറ്റർ. ഡിനോമിനേറ്ററിനെ റാഷണലൈസ് ചെയ്യണം. റാഷണലൈസ് ചെയ്യാൻ മൾട്ടിപ്ലൈങ് ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ √3. ആരെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണമെന്നറിയോ? ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ √3. ഡിനോമിനേറ്റർ √3 ആണെങ്കിൽ × √3 ഡിനോമിനേറ്റർ √2 ആണെങ്കിൽ × √2 ഡിനോമിനേറ്റർ √5 ആണെങ്കിൽ √5 എവിടെയൊക്കെ മൾട്ടിപ്ലൈ ചെയ്യണം? ന്യൂമറേറ്ററിലും ചെയ്യണം, ഡിനോമിനേറ്ററിലും ചെയ്യണം. അതെന്തിനാ? ഡിനോമിനേറ്ററും ന്യൂമറേറ്ററും ചെയ്താലല്ലേ ഫ്രാക്ഷൻ്റെ വാല്യൂ മാറാതൊക്കെ ഉള്ളൂ. അല്ലാണ്ട് ന്യൂമറേറ്ററിൽ മാത്രം ചെയ്താലോ ഫ്രാക്ഷൻ പോയി, അല്ല ഡിനോമിനേറ്റർ മാത്രം ചെയ്താലോ ഫ്രാക്ഷൻ്റെ വാല്യൂ നഷ്ടപ്പെട്ട്. അപ്പോൾ രണ്ടിലും പ്രൊഡക്റ്റ് ചെയ്താലേ ഉള്ളൂ വാല്യൂസ് ചേഞ്ച് ആവാതേക്കുള്ളൂ. അപ്പം ദെൻ 8/√2 √3 ഈസ് കൺവേർട്ടഡ് ടു സിംപ്ലസ്റ്റ് ഫോം ഓർ റാഷണൽ ഫോം മൾട്ടിപ്ലൈങ് ബൈ √3 ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ. 8 × √3 8√3 ബൈ √3 എന്തായി മാറി? 3. ഒന്നുകിൽ ഇങ്ങനെ വെക്കുക, നോ പ്രോബ്ലം, ഡിനോമിനേറ്റർ 3 ആക്കി വെച്ചു. ചില കേസിൽ ക്വസ്റ്റ്യനിൽ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. √3ൻ്റെ വാല്യൂ എത്ര വരിക? 8 × 1.73 ബൈ 3. 8 × 1.73 എത്രയാ? 3 8s are 24, ബാലൻസ് 2, 56 + 58, ബാലൻസ് 5, 8 13.84 അപ്രോക്സിമേറ്റ് 13.84 ഡിവൈഡഡ് ബൈ 3. 13.84 ഡിവൈഡ് ബൈ 3 ചെയ്താൽ എത്ര വരും? 3 4 12
186 അപ്രോക്സിമേറ്റ് 4.61 അപ്രോക്സിമേറ്റ് ആണ്, കറക്റ്റ് അല്ല, 4.61 മീറ്റർ എന്ന് വരും. അപ്പോൾ ശ്രദ്ധിക്കുക, ഇത് നല്ല ക്വസ്റ്റ്യൻ ആണല്ലോ. അപ്പോൾ പുതിയൊരു ഐഡിയയും കൂടി നമ്മളിതിൽ പഠിച്ചല്ലോ. മിഡിൽ സൈഡ് തന്നാൽ ലാർജർ സ്മോളർ കാണാൻ പഠിച്ചല്ലോ. കറക്റ്റ്. അപ്പോൾ ശ്രദ്ധിക്കുക, ഒരിക്കലും എന്ത് വെക്കരുത്, ഡിനോമിനേറ്റേഴ്സ് റാഷണൽ നമ്പേഴ്സായിട്ട് വെക്കാൻ പാടില്ല മക്കളെ. ഡിനോമിനേറ്റേഴ്സിനെയൊക്കെ നമ്മൾ റാഷണലൈസ് ചെയ്ത് പഠിക്കണം. ഓക്കെ. അപ്പോൾ സ്മോളർ സൈഡ് തന്ന് ലാർജർ കാണാൻ പഠിച്ചു. സ്മോളർ 2 ആണെങ്കിൽ സ്മോളർ 2 ആണെങ്കിൽ ലാർജർ 4, മിഡിൽ വരുന്നത് എത്രയായിരിക്കും, 2√3 അങ്ങനെ പഠിച്ചു അല്ലേ. ഇനി സ്മോളർ 4 ആണെങ്കിൽ 4√3 8, 6√3 12 അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചു. ഇനി മിഡിലാണ് നമ്മൾ തന്നിരിക്കുന്നതെങ്കിലാണ് ഇപ്പം ചെയ്തത്, മിഡിൽ 4 ആകുമ്പോൾ √3 സ്മോളർ √3 ചെയ്തതിന് ശേഷം 4/√3 × 2 ചെയ്താൽ ലാർജർ 8/√3. അതിൻ്റെ ചാർട്ടൊക്കെ ഞാനിവിടെ എഴുതി വെച്ചു. 5 ആകുമ്പോൾ 5/√3, 10/√3, 6 6/√3, 12/√3, 8 8/√3, 16/√3, 10 10/√3, 20/√3 ഓർത്ത് വെക്കുക. ഇനി റാഷണലൈസ്ഡ് ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞൊരു സാധനം കൂടി അപ്പോൾ നമ്മൾ പഠിച്ചത്. ഡിനോമിനേറ്റർ ഒരിക്കലും ഇറാഷണൽസ് വെക്കരുത് മക്കളെ. അപ്പോൾ നമ്മൾ അതിനൊക്കെ എന്ത് ചെയ്യണം, റാഷണലൈസ് ചെയ്യണം. ഒരു എക്സാമ്പിളും കൂടി കാണിച്ചു തരാം. 1/√2 റാഷണലൈസ്ഡ് ഡിനോമിനേറ്റർ 1/√2 എന്താ ചെയ്യുക, മൾട്ടിപ്ലൈയിങ് ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ √2. √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1 × √2 √2, √2 × √2 എത്ര, 2. √2/2 ഈസ് ദി അനദർ ഫോം ഓഫ് 1/√2. 1/√2ൻ്റെ അനദർ ഫോമാണ്. ഡിനോമിനേറ്റർ എന്താണ്, റാഷണലാണ്. ദെൻ 3/√5 വന്നാൽ മൾട്ടിപ്ലൈയിങ് ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ √5. 3 × √5 3√5, 5 5s are 5 അങ്ങനെ വെച്ചാൽ മതി. അടുത്തത് 7/√3 മൾട്ടിപ്ലൈയിങ് ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ √3. 7 × √3 7√3, √3 3 7√3/3 അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഡിനോമിനേറ്റേഴ്സ് ഇറാഷണൽ നമ്പർ വെക്കരുത്. ദാറ്റ് ഈസ് യൂസിങ് കോൺജുഗേറ്റ് എന്ന് പറയുക, യൂസിങ് കോൺജുഗേറ്റ്. ആ ഡിനോമിനേറ്ററിനെ റാഷണലൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പെയർ നമ്പേഴ്സിനെയാണ് കോൺജുഗേറ്റ് എന്ന് പറയുക. പെയർ ഓഫ് നമ്പേഴ്സാണ് പെയർ നമ്പേഴ്സ്. അപ്പോൾ √3യുടെ കോൺജുഗേറ്റ് ആരാ, √3. √5ൻ്റെ കോൺജുഗേറ്റ് √5, √2ൻ്റെ കോൺജുഗേറ്റ് √2, √7ൻ്റെ കോൺജുഗേറ്റ് √7. ആ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത ആൾ കേട്ടോ. അപ്പോൾ ഇവിടെ പുതിയ 2 സാധനങ്ങൾ നമ്മളിപ്പോൾ ഈ ഡിവിഷനിലൂടെ പഠിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എഴുതി വെക്കുക. പ്രൂവ് ദാറ്റ് √2 + 1 × √2 - 1 = 1. √2 + 1 × √2 - 1 = 1. യൂസ് ദിസ്, ഇത് കാണണം, യൂസ് ദിസ് കമ്പ്യൂട്ട് ചെയ്യണം. കമ്പ്യൂട്ട് 1/√2 - 1 കറക്റ്റ് ടു 2 decimal places. 1/√2 - 1 കറക്റ്റ് ടു 2 decimal places. ആദ്യം പ്രൂവ് ചെയ്യേണ്ടത് √2 + 1 × √2 - 1 = 1 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഇത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഐഡൻറ്റിറ്റി ഓർമ്മയിലേക്ക് വരുന്നുണ്ടോ? ഉണ്ടോ? എന്താ ഐഡൻറ്റിറ്റി? a + b × a - b = a² - b² എന്ന് പറഞ്ഞാട്ടെ. a + b × a - b = a² - b². അറിയണത് 8ാം ക്ലാസ്സിൽ ഒരു ചാപ്റ്റർ മുഴുവൻ ഐഡൻറ്റിറ്റി പഠിച്ചതാണ്.
എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഇസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. √2 + 1 ഇൻറ്റു √2 - 1 ഇസ് ഈക്വൽ ടു √2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ 2 - 1 ദാറ്റ് ഇസ് ഈക്വൽ ടു 1. പ്രൂവ് ചെയ്തല്ലോ, പ്രൂവ് ചെയ്തു. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രൂവ് ചെയ്തു ഇല്ലേ. ഇനി കണ്ടുപിടിക്കേണ്ടത് 1/√2 - 1ൻ്റെ ഡെസിമൽ ആക്കിയിട്ടുള്ള വാല്യൂ. അപ്പോൾ ഡിനോമിനേറ്ററിൽ എന്താ കിടക്കുന്നത്? √2 - 1. അതിപ്പോൾ എന്ത് ചെയ്യും? അതിനൊന്നും ചെയ്യാനില്ല, കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എത്രയാണ് √2 - 1ൻ്റെ കോൺജുഗേറ്റ്? √2 + 1. √2ൻ്റെ കോൺജുഗേറ്റ് √2. √2 - 1ൻ്റെ കോൺജുഗേറ്റ് √2 + 1. √2 + 1ൻ്റെ കോൺജുഗേറ്റ് √2 - 1. പ്ലസ് വരുമ്പോൾ മൈനസ്, മൈനസ് വരുമ്പോൾ പ്ലസ്. ദാറ്റ് ഈസ് കോൺജുഗേറ്റ്. പെയർ നമ്പേഴ്സ് എന്നാണ് കോൺജുഗേറ്റിനെ പറയാം. എങ്ങനെ പെയർ നമ്പേഴ്സ്? പ്രൊഡക്റ്റ് വി ഗെറ്റ് റാഷണൽ നമ്പർ. റാഷണൽ നമ്പർ കിട്ടാവുന്ന പെയർ നമ്പേഴ്സിനെയാണ് കോൺജുഗേറ്റ് എന്ന് പറയാം. ദെൻ 1/√2 - 1 ഇൻറ്റു √2 + 1 √2 + 1 മൾട്ടിപ്ലൈയിങ് both numerator and denominator by √2 + 1 √2 + 1. ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും √2 + 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 1 ഇൻറ്റു √2 + 1 √2 + 1 ബൈ ന്യൂമറേറ്ററിൻ്റെ അങ്ങനെ തന്നെ വെച്ചു. ഡിനോമിനേറ്റർ എന്താണ്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി √2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ. നേരത്തെ നമ്മൾ പ്രൂവ് ചെയ്ത കേസാണ്. ദാറ്റ് ഇസ് ഈക്വൽ ടു √2 + 1 ബൈ 2 - 1 ദാറ്റ് ഇസ് ഈക്വൽ ടു √2 + 1 ബൈ 1. 1 ആരെ എഴുതൂലല്ലോ ഡിനോമിനേറ്ററിൽ? ഇല്ല. √2 + 1 1.41 + 1 അപ്രോക്സിമേറ്റ് 2 ഡെസിമൽ പ്ലേസ് വാല്യൂ എത്ര? 2.41. അപ്രോക്സിമേറ്റ് വാല്യൂ എത്ര? 2.41. അപ്പോൾ ഏതാ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബിയിലൂടെ ദെൻ കൺവേർട്ട് ടു ഗിവൺ ഇറാഷണൽ നമ്പേഴ്സ് ടു ഫോം എ റാഷണൽ ഫോം ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആയിട്ട് കിട്ടി. ദെൻ √2 - 1ൻ്റെ കോൺജുഗേറ്റ് ദാറ്റ് ഈസ് √2 + 1. ദെൻ √2 + 1 ഈസ് ദി conjugate of √2 - 1. √2 - 1 is the conjugate of √2 + 1. എല്ലാം അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ √3 + √2 √3 - √2. √5 + √3 √5 - √3. ഒക്കെ സെയിം സാധനം തന്നെ. പ്ലസ് ഉള്ള മൈനസ് ആക്കുക, മൈനസ് ഉള്ള പ്ലസ് ആക്കുക. √5 + √2 ആണ് വിചാരിക്കുക. √5 - √2 കൊണ്ട് ഇൻറ്റു ചെയ്യുക. അതാണ് അതിൻ്റെ വ്യത്യാസം. അപ്പോൾ ആൻസർ എത്ര കിട്ടി? 2.41. അപ്രോക്സിമേറ്റ് വാല്യൂ 2.41. അതാണ് കോൺജുഗേറ്റ് പ്രൊഡക്റ്റ് എന്നാണ് പറയുന്നത്. എന്താ പറയുക? കോഞ്ചു. കമ്പ്യൂട്ട് 1/√2 + 1 1/√2 + 1 കമ്പ്യൂട്ട് 1/√2 + 1 correct to 2 decimal places. correct to 2 decimal places. ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നു. 1/√2 + 1 correct to 2 decimal places. നമുക്കറിയാം ഡിനോമിനേറ്റർ √2 + 1 ഈസ് ഇറാഷണൽ നമ്പർ. ടു കൺവേർട്ട് റാഷണലൈസ് ഫോം ദെൻ √2 + 1 കോൺജുഗേറ്റ് ഓഫ് √2 + 1 ഈക്വൽ ടു √2 - 1. മൾട്ടിപ്ലൈയിങ് ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ √2 - 1. 1 ഇൻറ്റു √2 - 1 ബൈ a square minus b square. That is √2 - 1 √2 square 2 - 1 √2 - 1 by 1 that is √2 - 1. ആൻസർ കിട്ടി. ഡിനോമിനേറ്റർ 1 ആരും എഴുതാറില്ല. ഇനി എന്താ വേണ്ടത്? √2ൻ്റെ വാല്യൂ 1.41 - 1 അപ്രോക്സിമേറ്റ് 0.41. അപ്രോക്സിമേറ്റ് വാല്യൂ എത്ര കിട്ടി മക്കളെ? 0.41. കറക്റ്റ് ആണല്ലോ. കറക്റ്റ് അല്ലേ? വെറുതെ പറയുകയാണോ? അല്ല. അപ്പോൾ ശ്രദ്ധിക്കുക. 1/2 √2 + 1 ടു കൺവേർട്ട് റാഷണൽ ഫോം മൾട്ടിപ്ലൈയിങ് കോൺജുഗേറ്റ് വി ഗെറ്റ് √2 - 1 ബൈ a square minus b square √2 square - 1 square
2 minus 1 that is 1. ഇനി ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഇല്ലാത്ത വേറെ എക്സാമ്പിൾ 1/√3 + √2 കൺവേർട്ട് ഡെസിമൽ ഫോമിലേക്ക് മാറ്റണം. അപ്പോൾ നമ്മളിങ്ങനെ തലപോകിയ √3 + √2 √3 എന്താ √3 + √2 കോഞ്ചുഗേറ്റ് √3 - √2 തല പോകേണ്ട √3 - √2/√3 - √2 ഇങ്ങനെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈന് വരുമ്പോഴേ ഐഡൻറ്റിറ്റി യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ഓർത്താൽ മതി. ഓൺലി √2 ആണെങ്കിൽ ഇൻറ്റു √2 കൊണ്ട് അങ്ങ് ചെയ്താൽ മതി. പെയർ 2 നമ്പേഴ്സ് വരുമ്പം എന്ത് ചെയ്യണം? പോസിറ്റീവ്സിന് നെഗറ്റീവ് ആക്കുക, നെഗറ്റീവിന് പോസിറ്റീവ് ആക്കുക. 1/√3 + √2 ഇൻറ്റു √3 - √2/√3 - √2 1 × √3 - √2 √3 - √2 by a plus b into a minus b a square minus b square √3 - √2 by √3 square എത്ര 3 √2 square എത്ര 2 √3 - √2 by 1 √3ൻ്റെ വാല്യൂ എത്രയാണ് 1.73 - 1.41 എത്ര വരും 1.73 - 1.41 2 3 approximate 0.32 approximate 0.32 ആൻസർ കിട്ടി. അപ്പോൾ ഇത് ഒക്കെ എന്താണ് ഇതിനെ പറയുക? കോഞ്ചുഗേറ്റ് മൾട്ടിപ്ലിക്കേഷൻ എന്നാട്ടോ പറയുന്നത്. കോഞ്ചുഗേറ്റ് മൾട്ടിപ്ലിക്കേഷൻ ഒരെണ്ണം കൂടി ഞാൻ ചെയ്യാം. നമുക്കില്ലാത്തൊരു സാധനം കൂടി ചെയ്യാം. 1/√6 plus √6 ആണ് √5 plus √3 ഇങ്ങനെയായിരിക്കാം. √5 plus √3 റാഷണലൈസ് ദ ഡിനോമിനേറ്റർ ഇൻറ്റു √5 - √3/√5 - √3 √5 - √3 പോസിറ്റീവ് ആയതുകൊണ്ട് പ്ലസ്സിന് നെഗറ്റീവിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 1 × √5 - √3 √5 - √3 by a plus b into a minus b വരുമ്പോൾ √5² - √3². ന്യൂമറേറ്റർ അങ്ങനെ വെച്ചു 5 - 2 3/2. ഇവിടെ ഡിനോമിനേറ്റർ മാത്രം റാഷണലൈസ് ചെയ്താൽ മതി. ഫൈൻഡ് വാല്യൂസ് കാണാൻ പറഞ്ഞിട്ടില്ല. വാല്യൂസ് കാണാൻ പറയുമ്പോൾ അവർ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും. √5 2.24 √3 1.73 ഒക്കെ വാല്യൂ തരും. ഇവിടെ ഓൺലി റാഷണലൈസ് ചെയ്യാൻ വേണ്ടി മാത്രമേ പഠിപ്പിച്ചതാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, റാഷണലൈസ് ദ ഡിനോമിനേറ്റർ എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ് ഇതിലൂടെ നമ്മൾ പാസ് ചെയ്ത് ഡിവിഷനിലൂടെ വരുന്നൊരു സാധനം. നല്ല കേസുകൾ അതൊക്കെ പഠിക്കാനുള്ളത്, വേറൊന്നും കാര്യമായിട്ടില്ല. അതേപോലെ തന്നെ സിംപ്ലിഫൈ √3 - √2 ഇൻറ്റു √3 + √2 സിംപ്ലിഫൈ √3 - √2 ഇൻറ്റു √3 + √2 ഫുൾ സ്റ്റോപ്പ്. യൂസ് ദിസ് to compute 1/√3 - √2 and 1/√3 + √2 1/√3 - √2 and 1/√3 + √2 correct to 2 decimal places. അപ്പോൾ നമുക്ക് കൊഞ്ചു പഠിക്കണം അല്ലേ? ആദ്യം അത് പ്രൊഡക്റ്റ് ചെയ്യണം അല്ലേ? കമ്പ്യൂട്ട് ചെയ്യണം. √2 ഇൻറ്റു √3 -√2 ഇൻറ്റു √3 + √2 a plus b ഇൻറ്റു a minus b. ഏത് ഐഡൻറ്റിറ്റി പറഞ്ഞോളൂ, ഉറക്കം കൂടി പറയൂ കുട്ടികളെ. a plus b ഇൻറ്റു a minus b a square minus b square √3² - √2² 3 - 2 1 3 - 2 1. ഇനി കമ്പ്യൂട്ട് ചെയ്യണം. ഫസ്റ്റത്തെ എടുത്ത് കമ്പ്യൂട്ടർ ഇടുക. 1/√3 - √2 അതിൻ്റെ കൊഞ്ചുഗേറ്റ് എത്രയാണ്? √3 + √2/√3 + √2 മൾട്ടിപ്ലൈയിങ് ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ √3 + √2 √3 + √2. ദെൻ 1 × √3 + √2 √3 + √2 ബൈ ഇവിടെ നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 4 മണി ഒരു കമ്പ്യൂട്ടറിൽ കൊടുക്കുക. √3² √2² √3/√2/3 - 2 √3 + √2 by 1 1 എന്ന് ആരെങ്കിലും എഴുതുക? എഴുതാൻ പാടില്ല, അടിച്ച് ശരിയായി കാണാം അല്ലേ?
റൂട്ട് 3ൻ്റെ വാല്യൂ എത്രയാണ്? 1.73 പ്ലസ് 1.41 4 7 4 11 ബാലൻസ് 1 അപ്രോക്സിമേറ്റ് 3.14 അപ്രോക്സിമേറ്റ് 3.14. അതാണ് 1/√3 മൈനസ് √2. കൊഞ്ചു പഠിച്ചല്ലോ, കൊഞ്ചുഗേറ്റ്. പ്ലസ് ആണ് മൈനസ് ആണ് പ്ലസ്, ദാറ്റ് ഈസ് കൊഞ്ചുഗേറ്റ്. ഇനി അതിൽ തന്നെ ഒന്നുകൂടി കാണാൻ പറഞ്ഞിട്ടുണ്ട്, കൊഞ്ച് കിടക്കട്ടെ ഒന്നുകൂടി കാണാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ കാണാൻ പറഞ്ഞത്? 1/√3 പ്ലസ് √2ന് √3 മൈനസ് √2 ഇൻറ്റു √3 മൈനസ് √2 മൾട്ടിപ്ലൈങ് ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ √3 മൈനസ് √2 കൊണ്ട് ഇൻറ്റു ചെയ്തു. 1 ഇൻറ്റു √3 മൈനസ് √2 ഐഡൻറ്റിറ്റി എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ √3 സ്ക്വയർ മൈനസ് √2 സ്ക്വയർ, ദാറ്റ് ഈസ് √3 മൈനസ് √2 3 മൈനസ് 2 മൈനസ് √2 എത്ര? √3 1.73 മൈനസ് 1.41 എത്ര? ഇവിടെ സബ്ട്രാക്ട് ചെയ്താൽ 2 3 നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ട്, എക്സാമ്പിളായിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് 0.32. ഇത് എക്സാം ക്വസ്റ്റ്യൻ വന്നതാണ് 0.32. അപ്പോൾ അവിടെ ഏത് തന്നാലും നിങ്ങൾക്ക് കൊഞ്ചുഗേറ്റ് ചെയ്യാം, അതാണ് ഇമ്പോർട്ടൻറ്റ്. 1/√, അങ്ങ് ചെയ്യാൻ ഇങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്, അപ്പോൾ ഒരുപാട് സാധനങ്ങളുണ്ട് ചെയ്യാൻ. അപ്പോൾ അതാണ് ഈ കോഞ്ചുഗേറ്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അത് വളരെ സിമ്പിളായിട്ടുള്ളൊരു സാധനമാണ്, സിമ്പിളായിട്ട് ഇത് ചെയ്യാൻ പറ്റുന്ന വാല്യൂസാണ്. അപ്പോൾ അവിടെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മിക്കവാറും അല്ല 99% √3 √2 √5 വരുന്ന സാധനങ്ങളേ ഉണ്ടാവുള്ളൂ. അതാ ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ദെൻ ഒരു ക്വസ്റ്റ്യനും കൂടി നമുക്ക് ചെയ്ത് അവസാനിപ്പിക്കാം. സിമ്പിളായിട്ട് ഉള്ള കാര്യങ്ങളാണ്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. പ്രൂവ് ദാറ്റ് root of 2/3 is equal to 2/3 2 into √2/3. Root of 3/8 is equal to 3 into 3/8. ഇത് പ്രൂവ് ചെയ്യാനാണ്. റൂട്ട് ഓഫ് 2 മിക്സർ ഫ്രാക്ഷൻ ആണ്. 2/3 is equal to 2 ഔട്ട്സൈഡ് എടുത്ത് √2/3 ഇൻസൈഡ്. റൂട്ട് ഓഫ് 3/8ൽ 3 ടേക്കിംഗ് ഔട്ട്സൈഡ് √3/8 ഇൻസൈഡിൽ. ഇനി ആ മിക്സർ ഫ്രാക്ഷൻ ഒന്ന് കൺവേർട്ട് ചെയ്യാം. 2 3s are 6 6 + 2 എത്രയാണ് മക്കളെ? 8/3 8/3. 8നെ ഞാൻ ഒന്നുകൂടി മാറ്റുകയാണേ. 4 × 2/3. 8 4 × 2 എല്ലാം ആർക്കും തർക്കമുണ്ടോ? ഇല്ല. 4ന് മാത്രം റൂട്ട് എടുക്കുക 2, ബാക്കിയുള്ളത് അതിൻ്റെ അകത്ത് വെച്ച് 2. 4ൻ്റെ റൂട്ട് 2, 2ന് റൂട്ടില്ല, /3 അങ്ങനെ വെച്ച് 2/3. കണ്ടില്ലേ? 2 √2/3. അടുത്ത് നോക്കി, മിക്സറിന് മാറ്റണം. 8 3s are 24 24 + 3 27/8 27/8. മക്കളെ 27 ഞാൻ എങ്ങനെ എഴുതിയെന്നറിയോ? 9 × 3/8. 9ൻ്റെ റൂട്ട് എത്രയാണ് മക്കളെ? 3. √3/8. പ്രൂവ് ചെയ്തോ നോക്ക്. പ്രൂവ് ചെയ്തില്ലേ? അപ്പോൾ മിക്സർ ഫ്രാക്ഷൻ ടു കൺവേർട്ട് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആൻഡ് സ്പ്ലിറ്റ് ന്യൂമറേറ്റർ വി ഗെറ്റ് 1 പെർഫെക്റ്റ് സ്ക്വയർ ആൻഡ് second one is non-perfect square. We get perfect square take root and another numbers, that is fractional form, that is 3 root of 3/8, then 2 root of 2/3. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഇതിൽ പഠിച്ചത്? ഡിവിഷൻസ് എന്ന് പറയുന്ന ഒരു കേസിൽ ഐഡിയാസാണ് നമ്മൾ പഠിച്ചത്. എന്തൊക്കെ പഠിച്ചു? കാര്യമായിട്ട് പഠിച്ചത് റാഷണലൈസ്ഡ് ഡിനോമിനേറ്ററാണ്. പിന്നെ സൈഡ് റേഷ്യോസ് ആയിട്ട് പഠിച്ചു അല്ലേ? 1:1:√2ൻ്റെയും 30:60:90 അല്ലേ? 30:60:90 സ്മോളർ തന്നാൽ നമുക്ക് ലാർജർ കാണാൻ അറിയായിരുന്നു, ലാർജർ തന്നാൽ സ്മോളർ കാണാൻ അറിയായിരുന്നു. ഇപ്പോൾ നമുക്ക് മിഡിൽ തന്നാലും മറ്റ് രണ്ട് സൈഡ് കാണാൻ അറിയാം. മിഡിൽ 5, ലെഫ്റ്റ് 5/√3, ലാർജർ 10/√3. മിഡിൽ 6 6/√3, 12/√3. മിഡിൽ 10 10/√3, 20/√3. മിഡിൽ 5 5/√3, 10/√3. മിഡിൽ 7 7/√3, 14/√3. അങ്ങനെ പഠിച്ചു. കുറേ സൈഡ്സ് കണ്ടു. പിന്നീട് വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്ക് പഠിച്ചു, കോഞ്ചുഗേറ്റ്.
എന്താ പഠിച്ചത്? കോഞ്ചുഗേറ്റ്. അപ്പോൾ ആ കോഞ്ചുഗേറ്റിൻ്റെ ഒരു കേസും കൂടി എനിക്കിങ്ങനെ ചെയ്യാൻ ഇങ്ങനെ തോന്നുകയാണ്. √5 + √3 ഇങ്ങനെ ക്വസ്റ്റ്യൻ തരികയാണ്. കമ്പ്യൂട്ട് അല്ലെങ്കിൽ ഫൈൻഡ് ദി റാഷണൽ ഫോം ഓഫ് ദി ഡിനോമിനേറ്റർ 2/√5 + √3. വാട്ട് ഈസ് ദി കോഞ്ചുഗേറ്റ് ഓഫ് √5 + √3? ഉറക്കെ പറയൂ. √5 - √3. എന്താ കൊഞ്ചു? √5 - √3. √5 - √3 into √3 5 - √3 മൾട്ടിപ്ലൈയിങ് ബോത്ത് ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ √5 - √3 കൊണ്ട് ഇൻറ്റു ചെയ്തു. 2 ഇൻറ്റു ന്യൂമറേറ്റർ അങ്ങനെ വെച്ചു. ഡിനോമിനേറ്റർ a² - b², √5² - √3². 2 അങ്ങനെ വെച്ചു. √5 - √3. √5ൻ്റെ സ്ക്വയർ എത്ര? 5 - 3. അടുത്ത സ്റ്റെപ്പിൽ 2 ഇൻറ്റു √5 - √3. 5 - 3 2 2 കട്ട് ചെയ്തു. ആൻസർ √5 - √3. ക്വസ്റ്റ്യനിൽ വാല്യൂ തന്നാലോ, ബ്രാക്കറ്റിൽ വാല്യൂ തന്നാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, മസ്റ്റ്. വാല്യൂ തന്നിട്ടില്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ട. അതാണ് അതിൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൻ്റെ കാര്യങ്ങൾ. ഇത്രയും ഭാഗങ്ങൾ നമ്മൾ വൃത്തിയായിട്ട് പ്രാക്ടീസ് ചെയ്ത് പറഞ്ഞ് ഓരോന്നും നിങ്ങളെ ഫലിപ്പിച്ച് ഇനി അത് റിവിഷൻസിലും കൂടി നമുക്ക് പ്രാക്ടീസ് ചെയ്താൽ പഠിച്ച് സെറ്റാക്കി എടുക്കാൻ പറ്റും. കോഞ്ചുഗേറ്റിന് അത്ര മാത്രമേ പ്രത്യേകതയുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ എഴുതി വെക്കണം. 4 ചാപ്റ്റർ നമ്മൾ ഭംഗിയായിട്ട് ഫിനിഷ് ചെയ്തു മക്കളെ. അതിൻ്റെ റിവിഷൻ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടെ ഇനി ചെയ്ത് പ്രാക്ടീസാക്കി എടുത്താൽ മതി. എല്ലാവർക്കും നന്ദി, നമസ്കാരം.